നേരത്തെ കണ്ടത്. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ്. പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. അല്പം മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. പോലീസുമായി ഉൾപ്പെടെ വലിയ വാക്കേറ്റമാണ് നടത്തിയത്. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിലായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം. MS സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് KSU ഉയർത്തിയത്. അന്വേഷണം കാര്യക്ഷമമല്ല എന്നുകൂടിയാണ് KSU നേതാക്കൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ നമുക്ക് MD ജു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെയും അവിടെ കാണാം. അവരുൾപ്പെടെ എത്തിയാണ് ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെ വീണ്ടും ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണമാണ് KSU കോഴിക്കോട് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം ഉയർത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് KSUവിൻ്റെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നമ്മൾ കണ്ടത്. സുനിഷ അയ്യല്ലൂർ കൂടി ചേരുന്നുണ്ട്. സുനിഷ, ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ KSU ഉയർത്തുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുമ്പോൾ പോലും യാതൊരുവിധ നടപടികൾ ഇത്തരത്തിൽ ആരോപണ വിധേയർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പ്രതിഷേധിച്ചവർ അതെ വിനിത, ഇനിയും പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ മാർച്ചായി നീങ്ങുന്നത് കാണാം. ഇവരുടെ പ്രവർത്തകരെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാർച്ചായി വഴുതക്കാട് ഭാഗത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിൽ നിന്നും ഇന്നത്തേക്ക് മടങ്ങുന്നു എന്നതിലപ്പുറം വരും ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നുള്ളത് തന്നെയാണ് KSU പ്രവർത്തകർ പ്രധാനമായും പറയുന്നത്. വിനീത പറഞ്ഞതുപോലെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരു FIR രജിസ്റ്റർ ചെയ്യാനോ ഇത്തരം ആരോപണ വിധേയരായി നിൽക്കുന്ന ഈ MS സൊല്യൂഷനെതിരെ FIR രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ വീണ്ടും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ട്യൂഷൻ സെൻ്ററുകൾക്കെതിരെ ഒരു അന്വേഷണ പരിധിയിലേക്ക് അത് കൊണ്ടുവരാനോ പോലും ഇതുവരെയും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് KSU പ്രധാനമായും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും പരാതി ലഭിച്ചിട്ട് പോലും പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് പോലും MS സൊല്യൂഷനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ അടുത്ത ദിവസം അടുത്ത കെമിസ്ട്രി പരീക്ഷയുടെ പ്രഡിക്ഷനുമായി രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ നടപടിയെടുക്കാത്ത പക്ഷത്തോളം അടുത്ത സമയങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയിലുള്ള തെറ്റ് വന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോഴും അങ്ങനെ വെല്ലുവിളിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറയുന്ന ഇത്തരക്കാർക്കെതിരെ എന്തുകൊണ്ട് നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് KSU പ്രധാനമായും ഉയർത്തുന്നത്. അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുക. ഇത്തരം സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളെ പൂട്ടിടുന്ന തരത്തിലേക്ക് അവർക്ക് ആരാണ് പൂട്ടിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഒപ്പം തന്നെ ഇവർക്ക് ആരാണ് സഹായം ചെയ്യുന്നതെന്ന് കണ്ടെത്തുക. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കണ്ടെത്തിയത് പ്രകാരം പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുണ്ട്, ഒപ്പം തന്നെ അധ്യാപകരുണ്ട് എന്നതാണ്. ഇത്തരത്തിലുള്ള അധ്യാപകരെ കണ്ടെത്താൻ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നില്ല, ഇത്തരക്കാരെ എന്തുകൊണ്ട് നടപടിക്ക് വിധേയമാക്കുന്നില്ല എന്നത് തന്നെയാണ് KSU ഉയർത്തുന്ന ചോദ്യവും. കാരണം നേരത്തെയും ഇതേ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഈ നേരത്തെ ഓണപ്പരീക്ഷ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പരീക്ഷ സംബന്ധിച്ചിടത്തോളം അടക്കം പരാതി നൽകിയിരുന്നു KSU എന്നതാണ്. പക്ഷേ പരാതി നൽകിയിട്ട് പോലും ഈ ഒരു നടപടിയെടുത്തു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുമ്പോൾ പോലും ആർക്കെതിരെ നടപടിയെടുത്തു, എന്തിനെതിരെ നടപടിയെടുത്തു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടപടി എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും ഇതേ രീതിയിൽ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി, ഇനിയൊരു പരീക്ഷാ പേപ്പർ പോലും ചോരാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടിയെടുക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള നടപടി വേണമെന്നൊരാവശ്യമാണ് KSU ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി എത്തുന്നതിലൂടെ ആ നടപടിയിലേക്ക് കടക്കുന്നതുവരെ ഇതേ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നതാണ്. ഇതൊരു സൂചന മാത്രമായി കണ്ടാൽ മതിയെന്നും അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നുള്ളത് തന്നെയാണ് KSU അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രതിഷേധം കാണാൻ കഴിയുകയും ചെയ്യുന്നത്. നമ്മൾ കണ്ടത് നിരവധി പ്രവർത്തകരെ സേവ്യർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും കണ്ടു. ചോദ്യപേപ്പർ ചോർച്ചയിൽ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉയർത്തി തന്നെയാണ് KSUവിന്റെ പ്രതിഷേധം കണ്ടത്. സുനിഷ അയ്യല്ലൂരും റോഷി ബാലുമാണ് വിവരങ്ങൾ നൽകിയത്.